അപ്പൊ കൂട്ടുകാരെ, വരുന്ന എക്സാംസിന് ഇംഗ്ലീഷിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഒത്തിരി എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് ഡിസ്കസ് ചെയ്തെടുത്തിരിക്കുന്നത്. ചോദ്യം ഇതാണ്: വാട്ട് ഇസ് ദ ഓപ്പോസിറ്റ് ഓഫ് സ്റ്റബേൺ? സ്റ്റബേൺ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. സ്റ്റബേൺ എന്ന പറഞ്ഞ വാക്കിന്റെ അർത്ഥം പിടിവാശി അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലായ്മ. പിടിവാശി അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലായ്മ എന്നാണ് സ്റ്റബേൺ എന്ന വാക്കിന്റെ അർത്ഥം. ഇനി അതിന്റെ ഇംഗ്ലീഷ് മീനിങ് നോട്ട് ചെയ്തോളൂ. ഒബ്സ്റ്റിനേറ്റ് അല്ലെങ്കിൽ ഒബ്ഡുറേറ്റ്. അപ്പൊ ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാലും ഒബ്ഡുറേറ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? സ്റ്റബേൺ ആണ്. സ്റ്റബേൺ എന്താണ്? പിടിവാശി അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ല. ഈ വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് എക്സാമിന് ചോദിച്ചത്. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് എങ്ങനെയായിരിക്കും? വിട്ടുവീഴ്ച ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ അനുസരണയുള്ളത് എന്നൊക്കെ ആയിരിക്കും ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ആ വാക്ക് എന്താണ്? ബിഡബിൾ ആണ്. അപ്പൊ സ്റ്റബേൺ എന്നതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ബിഡബിൾ. അപ്പൊ ബിഡബിൾ എന്ന് പറയുന്നത് എന്താണ്? ഈസിലി മാനേജ്ഡ് അല്ലെങ്കിൽ ഒബീഡിയന്റ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ബിഡബിൾ മീൻസ് ഒബീഡിയന്റ് അല്ലെങ്കിൽ ഈസിലി മാനേജ്, അതായത് പിടിവാശിയില്ല, വിട്ടുവീഴ്ചയുള്ള അല്ലെങ്കിൽ അനുസരണയുള്ള എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കി? സ്റ്റബേൺ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരുന്നത്. അപ്പൊ സ്റ്റബേൺ എന്ന ഓപ്പോസിറ്റ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം സ്റ്റബേൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെ. സ്റ്റബേൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒബ്സ്റ്റിനേറ്റ് അല്ലെങ്കിൽ ഒബ്ഡുറേറ്റ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പിടിവാശി അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലായ്മ. ഇനി അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബിഡബിൾ ആണ്. ബിഡബിൾ മീൻസ് ഒബീഡിയന്റ് ആൻഡ് ഈസിലി മാനേജ്, അനുസരണയുള്ളത് അല്ലെങ്കിൽ വിട്ടുവീഴ്ചയുള്ളത് എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇനി എവിടെ കണ്ടാലും ഉത്തരം ചെയ്യാൻ ആൻസർ ചെയ്യാൻ പറ്റുമല്ലേ? അപ്പൊ തീർച്ചയായും ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.